ടു മോട്ടോഹോളിക് 390. അപ്പോൾ നമ്മൾ കേരള ടു കാശ്മീർ യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ നിന്ന് മുംബൈയിലോട്ട് അതിമനോഹരമായിട്ടുള്ള റൂട്ടാണ് ഗൈസ്. അപ്പോൾ ആ റൂട്ടിൽ കൂടിയാണ് നമ്മളിന്ന് പോകുന്നത്, ഗോവ ടു മുംബൈ. ഏകദേശം ഒരു 580 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഗോവ ടു മുംബൈ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഗോവ ടു മുംബൈ യാത്രാ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഷേവ് മുല്ലപ്പെരിയാർ, ഷേവ് കേരള ഗൈസ്. ഞാനത് എപ്പോഴും എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയണത് ഒരു ഇതല്ല, ആരും ഒന്നും നെഗറ്റീവ് ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഈ ഒരു മെസ്സേജ് നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ, അല്ലാതെ ഇതിൽ വേറെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട ആരും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. മുംബൈ 570 കിലോമീറ്റേഴ്സ്. ഒരേപട ഓടിച്ച് നമ്മൾ ഇന്ന് മുംബൈ തന്നെ പിടിക്കുമെന്ന് അറിയില്ല. സംഭവം ഓടിച്ച് പിടിക്കാൻ പറ്റും. ഓക്കെയാണ്, രണ്ടുപേരുണ്ട്. ഞങ്ങൾ ഈ CC250 വെച്ച് പടച്ച് കഴിഞ്ഞാലും ദും ദും എന്ന് പറഞ്ഞ സാധനത്തും. പക്ഷെ അതല്ല, നമ്മളതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്റ്റക്ക് തരാൻ സാധ്യത ഉണ്ട്. എവിടെയും പമ്പിലോ ടെൻ്റടിയാളൊരു മൂടുണ്ട്. അപ്പോൾ അവിടെ ടെൻ്റടിച്ച് കിടക്കും, അങ്ങനെയാണ് ചാൻസ്. ഗോവയിൽ ഓരോ ഫ്ലൈ ഓവറിൻ്റെ ലുക്ക് നോക്കിയ ഗൈസ്, മൂടന്നല്ലേ. ഫ്ലൈ ഓവേഴ്സിൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ഫ്ലൈ ഓവറും കാണാൻ ഒടുക്കത്തെ ഭംഗിയാണ്. മുംബൈ, ബോംബെ. നോക്കിയ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കി നിങ്ങൾ, ഏതാ മൂടുന്ന്. ഇവിടെ നോക്കിയ ക്രൂയിസ് ഷിപ്പൊക്കെ വേറെ സാധനം, വേറെ മൂഡ്, കാസിനോ മൂഡ്. റൈറ്റ് സൈഡിൽ വേറെ സീൻ തന്നെ കേട്ടോ. ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ ഡിസൈൻ നോക്കി നിങ്ങൾ, ഏത് രസമല്ലേ, അടിപൊളി. ഗോപ്രോയിൽ കാണണ്ടെന്തോ മാക്സിമം പൊക്കി പിടിക്കാം. അടിപൊളിയല്ലേ അത്, അത് രസമില്ല കാണാൻ. അമ്മാമ കുറച്ച് സ്ഥലം തരുമോ? കേരള പസങ്ങൾ കിട്ടെ. ആയിവതേ സൈക്ലിസ്റ്റ്, കേരള ടു കാശ്മീർ. അങ്ങനെ നമ്മൾ ഗോവയുടെ സിറ്റികളിൽ നിന്നെല്ലാം മാറി നമ്മൾ കൊച്ചി പനവേൽ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. കൊച്ചി പനവേൽ ഹൈവേ. ഏതാ റോഡല്ലേ? അയ്യോ, മലയുടെ മുകളിലൊക്കെ വീടുകൾ നോക്കി, കുറെ വെറൈറ്റി കാഴ്ചകളാട്ടോ. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഒരു രസം തന്നെയാണ് അതൊക്കെ. ഇതുവരെ കണ്ടതെല്ലാം മനോഹരം. ഇനി പോണം ചെയിന് കാണാൻ കിടക്കുന്ന കാഴ്ചകളും അതിലേറെ മനോഹരം എന്നല്ലേ പറയാറ്. അതുപോലെ ഇവിടുത്തെ ടിപ്പറുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ടിപ്പറുകൾക്ക് ബാക്ക് ഭയങ്കര ഹൈറ്റ് കൂടുതലും ഫ്രണ്ട് ഹൈറ്റ് കുറവാ. ഞാൻ കാണിച്ചു തരാം ഒരു ക്ലോസ്. ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, ബാക്ക് ഹൈറ്റ് കൂടുതലാ. ലിഫ്റ്റ് അടിച്ച് പൊക്കിയേക്കുക വണ്ടി വേസ്റ്റ് കേട്ടോ. ഇപ്പൊ ഫ്രണ്ട് ഹൈറ്റ് താന്നിട്ടു. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും വണ്ടി, ബാക്ക് ഹൈറ്റ് ഫ്രണ്ട് താന്നിട്ട്. വേറെ മൂഡ് എല്ലാ ടിപ്പറും അങ്ങനെ കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക എല്ലാ ടിപ്പറുകളും ആ മൂടാ. ബാക്ക് ഇങ്ങനെ ഫ്രണ്ട് താന്നിട്ട്. സംഭവം കാണാൻ രസമുണ്ട്. ബാക്ക് നല്ല ഹൈറ്റ് ആക്കിയിട്ട് വലിയ ഫ്ലാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ജപ്പാനിൽ റീലിലൊക്കെ കാണാറില്ലേ, ജപ്പാനിലെ വേറെ എവിടെ ഇന്തോനേഷ്യയിലൊക്കെ ട്രക്സ് കാണാറില്ലേ, ഏത് ബാക്ക് ഭയങ്കര ഹൈറ്റ് ഫ്രണ്ടിൽ ഓവർ ചെയ്തിട്ട് ആ മൂടാണ് ഇവിടുത്തെ ട്രക്സ്. നോക്കിയേ, വലിയ ഫ്ലാപ്പൊക്കെ ഇട്ടിട്ട് വേറെ മൂഡ് കണ്ടോ. ബാക്ക് ഭയങ്കര ഹൈറ്റാ, ഫ്രണ്ട് വന്നിട്ടോ. കാണുമ്പോ രസാ. അത് സംഭവം ഇപ്പൊ കുഞ്ചു പറഞ്ഞ പോലെ ചിലപ്പോ ഇങ്ങനെ നിക്കണം. ഇപ്പൊ നോർമൽ ആണല്ലോ, ലോഡില്ലാണ്ട് വണ്ടി ഇങ്ങനെ നിൽക്കുക, ഫ്രണ്ട് വന്നിട്ട് ബാക്ക് വന്നിട്ടും. ചിലപ്പോ ലോഡ് ഫുള്ളായി കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു ചിലപ്പോ. മനസ്സിലായോ?
സാധനം ചൊറയാണ് കൈസ്, ഈ കിടാന്നോണ്ട് ചേർന്ന സാധനം. പത്രാദേവി രത്നഗിരി മുംബൈ മുംബൈ ബൊംബൈ. ഈ സാധനം നോക്കി, വേറെ ഫ്ലൈ ഓവർ ക്രോസ് ഇങ്ങട്, അവിടുന്ന് വേറെ ഫ്ലൈ ഓവർ അങ്ങട്, വേറെ ഫ്ലൈ ഓവർ അങ്ങട്, ഫുള്ള് ഫ്ലൈ ഓവറാ. കണ്ടോ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണ്ട ഈ സാധനം. ഒരു രസം തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾഡ് റൂട്ടാണ് ആ കാണുന്നത്. അയ്യോ വോൾവോ കണ്ട സാധനം. പെട്രോള് നമ്മൾ ഓൾമോസ്റ്റ് ഇന്നലെ ഫുള്ളാക്കി കേട്ടോ. ഇതെന്തായാലും മുമ്പേ എത്തേണ്ടതാണ്. ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒഫീഷ്യലി മഹാരാഷ്ട്രയിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ് ഗൈസ്. മഹാരാഷ്ട്ര ചൂട് വെച്ച് സീനുണ്ടെന്നുള്ളൂ, വേറെ സീനൊന്നുമില്ല. ഹൈവേ ഇങ്ങനെ വെറുതെ കിടക്കല്ലേ, ദൂരെ ദൂരെ ചൂടുണ്ടെന്നുള്ള ഗൈസ്. ചൂട് കുറച്ച് അധികം കൂടുതലാ. ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ എഞ്ചിൻ്റെ അവിടെ നിന്ന് അടിക്കണ ചൂടും പിന്നെ മൊത്തത്തിലുള്ള ചൂടും എല്ലാം കൂടെ ചൂടിൻ്റെ ഒരു ശല്യമുണ്ട്. വേറെ സീനൊന്നുമില്ല മക്കളെ. റോഡ് കിടക്കണ കിടപ്പോക്കി അങ്ങ് അറ്റം കാണാല്ലേ റോഡിൻ്റെ, അത്രയും കിടക്കണാണെന്ന് ഇവിടുന്ന് കാണാം നമുക്ക്. മോഡിഫൈഡ് ഡിപ്പർ, മോഡിഫൈഡ് ഡിപ്പേഴ്സ്. ഇവിടുത്തെ എല്ലാ ഡിപ്പറും മോഡിഫൈഡ് ആട്ടോ. മഹാരാഷ്ട്ര കണ്ടവര് ബാക്ക് ഹൈറ്റ് കൂട്ടിയിട്ട് വലിയ ഫ്ലാപ്പൊക്കെ ഇട്ടുള്ള ഉണ്ടോ. മഹാരാഷ്ട്രയിലെ ബസ്സുകളുടെ ഒരു വൈബ് കണ്ടോ നിങ്ങള്? പോണോക്ക് എന്തുട്ട് സാധനത് ബസ്. അശൂ ദാരിദ്രു വളരെ മോശം പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അവസ്ഥ കേട്ടോ. ഒരു ബസ്സല്ലാട്ടോ ഇങ്ങനെ, ഒട്ടുമിക്ക എല്ലാ ബസ്സുകളും ഇങ്ങനെയാ. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കണു. ഇന്ത്യാന റോഡ് സക്കേതി വില്ലേജ്. ചൂടടിച്ചിട്ടേ കണ്ണിലെന്തോ കുരു വന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കണ്ണടയ്ക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞ ബ്യൂട്ടിയുടെ അല്ല ചൂടിന്റെ. ഏതാ ചൂട് വെച്ചിട്ടോ അത് ഇനി ഗുജറാത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ 30 എത്രാണ്ട് ഡിഗ്രി ചൂടാന്നൊക്കെ പറയണ്ട. ഇഷ്ടമാവോ പണിപ്പാലും അത് കിട്ടും. മഴ പെയ്യാൻ ആഗ്രഹിക്കണില്ല. മഴ പെയ്താൽ വ്ളോഗിങ്ങൊന്നും നടക്കില്ല, വീഡിയോ എടുക്കൽ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് ചൂടുണ്ടെങ്കിൽ മീൻസ് ലൈറ്റ് ഉണ്ടാവുമല്ലോ. മഴ പെയ്യുമ്പോൾ വെളിച്ചം ഉണ്ടാവില്ല, വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, മൊത്തം ഷോക്കായിരിക്കും. പക്ഷെ ചൂട് അൺസൈക്കബിളാണ് മക്കളെ. രാജ്പൂർ മുംബൈ റോട്ടിൽ നിന്ന് ഇങ്ങനെ ആവി ഇങ്ങോട്ട് തള്ളുകയാണ് കേട്ടോ. ഞാൻ മെല്ലെ ജാക്കറ്റൊക്കെ നൈസായിട്ട് മടക്കി വെച്ചു. അമ്മാതിരി ചൂടാണ് മക്കളെ. സംഭവം ജാക്കറ്റ് സേഫ്റ്റി ഒക്കെ തന്നെ, ഞാനൊന്നും ഒരെതിരുമില്ല. പക്ഷെ ഈ ചൂട്ടത്ത് ദേഷ്യം വരികയാണ്, രക്ഷയില്ല. പോണ വഴി പനവേൽ ഹൈവേയിലാണ് നമ്മള്. പക്ഷെ നമുക്കൊരു പണി കിട്ടി. നമ്മുടെ വണ്ടിയുടെ ബാക്ക് വീലിൻ്റെ ബെയറിങ് പോയി. വണ്ടി ഫുൾ ലോഡല്ലേ. അപ്പോൾ ഇനി ഇവിടുന്ന് രത്നഗിരി പോകണം. രത്നഗിരിയിലാണ് നിയർ ബൈ ഷോറൂമുള്ളത്. എങ്ങനെ പോയാലും ഒരു 85 to 90 കിലോമീറ്റേഴ്സ് ഉണ്ട്.
നമ്മൾ മെല്ലെ ഓടി എത്തണം. വണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ സൈഡാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്ക് വീലിൻ്റെ ബെയറിങ് മനസ്സിലാ ഭയങ്കര ഷേക്കിംഗ് ആണ് വണ്ടി. വെയിറ്റ് കൂടുതലുകൊണ്ടായിരിക്കും അത് എന്തായാലും. ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത്. ബെയറിങ് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം, ഞാൻ മെക്കാനിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഹിന്ദി തോടത്തോടെ അറിയുള്ളൂ, ആൾക്കും ഇംഗ്ലീഷ് തോടത്തോടെ അറിയുള്ളൂ. ഈ സീൻ അങ്ങനെ ആൾ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തു. നമുക്ക് ആൾ പറഞ്ഞു നമ്മുടെ അടുത്ത് ബെയറിങ് ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് തരാൻ പറഞ്ഞു. ബെയറിങ് അവിടെ ഇല്ലല്ലോ, നമ്മൾ ലോക്കാണ് ഇപ്പോൾ ആക്ച്വലി. ഇനിയിപ്പോൾ രത്നഗിരി പിടിക്കണം, മെല്ലെ 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 രത്നഗിരി പോകണം. എന്തായാലും നോക്കാം, ലെറ്റ്സ് ഗോ. ബെയറിങ് പണി. ബെയറിങ് ആകെ 250 രൂപയുള്ള ഇഷ്ടം, പക്ഷേ സാധനം മാറിയെടുക്കാൻ പണിയുണ്ട്. എന്തായാലും ഇപ്പം ഈ രത്നഗിരി പോയിട്ട് നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് അക്ഷയ് എന്നാണ് മൂപ്പരുടെ പേര്. ഹായ്. അപ്പോൾ ആൾ ഹിന്ദിയാണ്, ഇംഗ്ലീഷൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ആളെ നമുക്ക് റോയൽ എൻഫീൽഡ് ഷോറൂമിൽ ഒരാളെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു ബ്രോ. താങ്ക് യു. ഇതാണ് കളി. അപ്പോൾ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ രത്നഗിരി ഹെഡ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെയറിങ്ങിന് ഒരു സീൻ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്കത് രത്നഗിരി വരെ ഓടിച്ച് പിടിച്ചിട്ട് ഷോറൂമിൽ കൊടുക്കാം. അവർ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് അവിടെ കണക്ഷൻ ഉണ്ട്, അപ്പോൾ ആളവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ആൾക്കവിടെ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ആൾ നമ്പറൊക്കെ വന്നിട്ടുണ്ട് അവിടുത്തെ ഷോറൂമത്തെ. നേരെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ അതുവരെ വണ്ടി ഓടി എത്തണ സീനാണ് ടാസ്ക്. നന്നായിട്ട് പോയിട്ടുണ്ടോ എന്നും ഒരു ഡൗട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്പീഡ് എടുക്കാനൊന്നും പറ്റില്ല. അല്ല, അതിൻ്റെ ആവശ്യമില്ല. സേഫായിട്ടൊന്നും വണ്ടി അങ്ങനെ എത്തിയാൽ മതി, അത്രേ ഉള്ളൂ. വണ്ടി ഭയങ്കര ആട്ടാട്ടോ. പുള്ളിക്കാരൻ ചെറ്റിട്ടല്ലോ. വണ്ടി ഭയങ്കരമായിട്ട് ആടണല്ലേ. ഉണ്ടോ വണ്ടി നല്ല ആട്ടാടുണ്ട്. എന്തിനാ നന്നായിട്ടുണ്ട്. അയ്യോ, വണ്ടി സീനാട്ടോ. വണ്ടി നല്ല വിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടെന്ന് അറിയില്ല. ഒരു ആട്ടം കണ്ടോ വണ്ടിക്ക്? കണ്ടോ കണ്ടോ? ഞാൻ കൈ കൊടുക്കാനെ, വണ്ടി അറിയാണ്ട് നീങ്ങാന്ന് പറയില്ല, അതുപോലെയാണ് കൈ കൊടുക്കണേ. പക്ഷെ എന്നാലും വണ്ടി നല്ല ആട്ടാറുണ്ട് കൈസ്. എന്തായിരിക്കും ഇങ്ങനെ ആടണേ? പക്ഷേ എന്തായിരിക്കും നല്ലല്ലോ. ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ ടെൻഷനായിപ്പോയി. പക്ഷേ ഇനിയൊരു 10-65 കിലോമീറ്റർ എത്താണ്ട് അങ്ങോട്ട്. അതാണ് എൻ്റെ ഒരു ടെൻഷൻ. ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് അങ്ങോട്ട് എടുക്കും. ടൈം എടുക്കണതിൻ്റെ അല്ല, പക്ഷെ വണ്ടി ഇത്ര ഓടിക്കുമ്പോൾ ഈ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ സീനാവുമെന്ന് അറിയില്ല. പേടിയാവുണ്ട്. അടി ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയതാണ് ഗൈസ്. എന്താ അവസ്ഥ അറിയില്ല. നോട്ടെ, ഒന്ന് പിടിച്ചാടാ. ടൈറ്റ് ആയതുണ്ടോ വീല്? ഓ, താഴ്ത്ത അറിയണ്ടല്ലേ. എന്തേ അങ്ങനെ ഞങ്ങൾ വഴിയിൽ സ്റ്റക്കായി. ഒരു ഓട്ടോക്കാരനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പിക്കപ്പൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ആ കാറിൻ്റെ ആൾ നിർത്തിയിട്ട് നമുക്കൊരു വെള്ളം കൊടുക്കണം കേട്ടോ. പുള്ളിക്കാരനെ വെള്ളം കൊടുത്തേക്കണ്. ഇങ്ങോട്ട്
സേഫായിട്ടിരിക്കും, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റേ സീൻ. കുഞ്ചാണെങ്കിൽ വേറെ മൂഡ് നല്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഒരു പിക്കപ്പ് എങ്ങനെ സെറ്റ് ചെയ്യണം, എന്നിട്ട് രക്തഗിരി പിടിക്കണം ഗൈസ്. ലോക്കാണ് പട്ടി ലോക്ക്. പിന്നെ ഇതൊക്കെ ഒരു യാത്രയിലുള്ള ഒരു സാധനങ്ങളല്ലേ അല്ലേ കുഞ്ചോ? അല്ലല്ലേ, പക്ഷെ ഇത് കുറച്ച് കടുപ്പായി പോയി. നോട്ടപ്പാറയിലും ഇവിടെ ഒരു വിജനമായ സ്ഥലം, ഒരു മനുഷ്യ കുഞ്ഞില്ല. നിങ്ങൾ നോക്കിയേ, റോഡ് അങ്ങോട്ട് നിവർന്ന് കിടക്കുന്നുണ്ട്, ഇങ്ങോട്ട് നിവർന്ന് കിടക്കുന്നുണ്ട്. ഒരാളില്ല, ഒന്നുമില്ല, കടകളും ഇല്ല, ഒരു സാധനം ഇല്ലാത്തൊരു സ്ഥലം. പെട്ടോ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. പടച്ചോനെ. പിക്കപ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞ ഓട്ടോ ചേട്ടന് വന്നില്ല, ആകെ കൂടി പോസ്റ്റായി ഗൈസ്. അങ്ങനെ നമ്മളൊരു ബൈക്കുകാരൻ്റെ അടുത്ത് ലിഫ്റ്റ് അടിച്ചിട്ട് കുഞ്ചു അടുത്ത സെൻറ്ററിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ചെക്കൻ പിക്കപ്പായിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിച്ചു നോക്കിയിട്ടൊന്നുമില്ല. ചെക്കൻ പിക്കപ്പായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കയറിപ്പോയോണ്ട് 10-20 മിനിറ്റായി പോയിട്ട് കാണാനില്ല. വെയിറ്റിംഗ്. പിക്കപ്പ് വന്നു മോനെ രാജ. നമുക്ക് വണ്ടിയെല്ലാം കിട്ടിയേട്ടോ. ഇവിടെ രത്നഗിരി റോയൽ എൻഫീൽഡിൽ നമ്മൾ വണ്ടി കൊണ്ടുകൊടുത്തു. അപ്പം തന്നെ അവർ നമുക്ക് വണ്ടി സെറ്റ് ചെയ്തു. മാക്സിമം ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടി സെറ്റ് ചെയ്യുന്നു. ഇന്നലെ നമ്മൾ പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു 6 മണിക്കായി. പക്ഷേ 6 മണിയായിട്ടും അവർ 6:45 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വണ്ടി ഓൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ റൈഡിലാന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളോടൊരു സ്റ്റേ എടുത്തു. കുഞ്ചു നമ്മളോട് ഇറങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.